ദെൻ നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് അമേരിക്കൻ ഡ്രാമയിലെ സെക്കൻഡ് യൂണിറ്റ് ആയിട്ടുള്ള ഇൻഫ്ലുവൻസസ് ആണ്. ദെൻ ഇതിൽ ഫസ്റ്റ് ഏരിയ എന്ന് പറയുന്നത് ബിഗിനിങ് ഓഫ് അമേരിക്കൻ ഡ്രാമയാണ്. അമേരിക്കൻ ഡ്രാമയുടെ തുടക്കം എങ്ങനെയാണ് എന്നാണ് ഈ ഒരു ഏരിയയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സീരിയസ് ഡിസ്കഷൻ ഓഫ് അമേരിക്കൻ ഡ്രാമ യൂഷ്വലി ബിഗിൻ വിത്ത് യുജീൻ ഓനീൽ ആൻഡ് ദി 1920s. യുജീൻ ഓനീൽ helped establishing American drama as a respected literary genre. American drama had been struggling for over 200 years before gaining recognition. Theatrical activity existed even before 1776 during British colonial rule and European immigration. The influences of English settlers led to the spread of English theatrical tradition in America. This was especially true after the Elizabethan era, which had already withstood Puritan opposition to drama in England. യുജീൻ ഓനീലിൻ്റെ വർക്കുകൾ വന്നതോടുകൂടിയാണ് അമേരിക്കൻ ഡ്രാമയെക്കുറിച്ചിട്ടുള്ള ഒരു ചർച്ച ലോകവ്യാപകമായിട്ട് ആരംഭിക്കുന്നത്. മാത്രമല്ല അമേരിക്കൻ ഡ്രാമ എന്ന് പറയുന്നത് ഒരു സാഹിത്യ മേഖലയായിട്ട് ലോകം അംഗീകരിക്കുന്നതും അറിയപ്പെടുന്നതൊക്കെ ഈ യുജീൻ ഓനീൽ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓതറിൻ്റെ വർക്കുകൾ വന്നതോടുകൂടിയാണ്. പക്ഷേ അതിനു മുമ്പേ അമേരിക്കൻ ഡ്രാമകൾക്ക് ഒരു ഐഡൻറ്റിറ്റി ക്രിയേറ്റ് ചെയ്യുക എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടിയിട്ട് അമേരിക്കൻ ഡ്രാമ മുന്നേറാൻ വേണ്ടിയിട്ടുള്ളൊരു സ്ട്രഗിളിങ് 2000 വർഷങ്ങൾക്ക് മുമ്പേ സ്റ്റാർട്ട് ചെയ്തിരുന്നു. പക്ഷേ യുജീൻ ഓനീലിൻ്റെ ആ ഒരു വരവോട് കൂടി യുജീൻ ഓനീലിൻ്റെ വർക്കുകളുടെ ആ ഒരു വരവോട് കൂടിയാണ് അമേരിക്കൻ ഡ്രാമയെ കുറിച്ചിട്ട് ലോകം മുഴുവനും അറിയാൻ വേണ്ടിയിട്ട് തുടങ്ങിയത്. മാത്രമല്ല അമേരിക്കൻ ഡ്രാമയിൽ കൂടുതലായിട്ടും യൂറോപ്യൻ്റെ കുടിയേറ്റങ്ങളെക്കുറിച്ചും ബ്രിട്ടീഷ് ആധിപത്യത്തിനെ കുറിച്ചിട്ടൊക്കെ കൂടുതലായിട്ടും ഫോക്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നീട് ഇംഗ്ലീഷ് കുടിയേറ്റക്കാരുടെ വരവോട് കൂടിയിട്ട് അമേരിക്കൻ ഡ്രാമ ഒന്നുകൂടെ വളരാൻ തുടങ്ങി. ആ സമയത്തും ഈ പ്യൂരിറ്റൻ മതവിഭാഗങ്ങളുടെ ഭാഗത്തുനിന്ന് വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അതിനെല്ലാം അതിജീവിച്ചുകൊണ്ട് ആ ഒരു സമയത്ത് അമേരിക്കൻ ഡ്രാമ വളരെ വലിയ രീതിയിൽ വളർന്നുകൊണ്ടിരുന്നു. ദെൻ നെക്സ്റ്റ് ഏരിയ ആണ് ഡ്രാമ ദി കാബൂസ് ഓഫ് ലിറ്ററേച്ചർ. കാബൂസ് മീനിങ് എൻഡ് എന്നാണ്, അവസാനം എന്നാണ്. ഈ അമേരിക്കൻ ഡ്രാമ എന്നുള്ള ഡ്രാമ എന്നുള്ള ആ ഒരു കലാരൂപം പ്രോസ്, പോയട്രി അങ്ങനെയുള്ള കലാരൂപങ്ങളൊക്കെ വന്നതിന് ശേഷമാണ് ഡ്രാമ എന്നുള്ള ആ ഒരു സാഹിത്യം വന്നിട്ടുള്ളത്. സോ അതുകൊണ്ട് തന്നെ എല്ലാ സാഹിത്യങ്ങളുടെ അവസാനം വന്ന ആ ഒരു കലാരൂപം ആയതുകൊണ്ട് തന്നെ ഡ്രാമയെ കാബൂസ് ഓഫ് ലിറ്ററേച്ചർ എന്നാണ് പറയുന്നത്. ഡ്രാമ ഈസ് കോൾഡ് ദി കാബൂസ് ഓഫ് ലിറ്ററേച്ചർ ബിക്കോസ് ഇറ്റ് കം ആഫ്റ്റർ അതർ ലിറ്റററി ഫോം ഇൻ എക്സ്പ്ലോറിംഗ് ന്യൂ ഇഷ്യൂ ആൻഡ് സ്റ്റൈൽ. ഡ്രാമ ഫോളോ അതർ ആർട്ട് ഫോം. ഇറ്റ് അഡോപ്റ്റ് ന്യൂ ഐഡിയാസ് ആൻഡ് സ്റ്റൈൽ ഓൺലി ആഫ്റ്റർ ദേ ആർ ഇൻട്രൊഡ്യൂസ്ഡ് ബൈ അതേഴ്സ്. 19th century America had vibrant theoretical activity, despite the absence of movie, television or radio. Every sizable town had a theater or opera house where traveling acting ട്രോപ്സ് പെർഫോമൻസ്. സോ കാബൂസ് ഓഫ് ലിറ്ററേച്ചർ എന്ന് പറയുന്നത് ലിറ്ററേച്ചറിൻ്റെ അവസാനം വന്ന ഒരു കലാരൂപം എന്നുള്ള ആ ഒരു രീതിയിലാണ്. 19th centuryയിൽ ടെലിവിഷൻ, റേഡിയോ, മൂവി അങ്ങനെയുള്ള എൻ്റർടൈൻമെൻ്റ് ഒന്നും ഇല്ലാത്ത ആ ഒരു കാലയളവിലായിരുന്നു തിയേറ്ററുകളിലൊക്കെ നാടകങ്ങൾ അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. അതിനായിട്ട് ഓരോ ടൗണുകളിലും ഒരു ഒപ്പേറ ഹൗസ് അല്ലെങ്കിൽ ഒരു തിയേറ്റർ ഉണ്ടായിരുന്നു. ആ ഒരു തിയേറ്ററിൽ വെച്ചിട്ടായിരുന്നു നാടകങ്ങളൊക്കെ അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. No major or serious drama emerged during the 19th century. Audience preferred lighter form like farce, melodrama. The preference shows caboose behavior. Theatre adopting ideas only after they are accepting elsewhere. 19th centuryയിൽ വലിയ രീതിയിലുള്ള ഒരു നാടകങ്ങളൊന്നും അവതരിപ്പിക്കപ്പെട്ടിട്ടില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഓഡിയൻസിന് അവർ കൂടുതലായിട്ടും പ്രിഫർ ചെയ്തിരുന്നത് അല്ലെങ്കിൽ അവർക്ക് കൂടുതലായിട്ടും ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നത് ലൈറ്റ് ഫോമുകളായിട്ടുള്ള ഫാർസ്, മെലോഡ്രാമ അങ്ങനെയുള്ള ആർട്ട് ഫോമുകളൊക്കെ ആയിരുന്നു. എന്നാൽ അത്തരത്തിലുള്ള ആർട്ട് ഫോമുകളൊക്കെ പുതിയ ഈ അവതരണങ്ങളിലും എഴുത്തിലുമൊക്കെ പുതിയ രൂപങ്ങൾ, പുതിയ സ്റ്റൈലുകളൊക്കെ കൊണ്ടുവരുന്ന സമയത്ത് ഡ്രാമ എന്ന് പറയുന്നുള്ള ഒരു ആർട്ട് അവർ പുതിയ സ്റ്റൈലുകളൊക്കെ കൊണ്ടുവന്നതിന് ശേഷമാണ് ഡ്രാമ അതിൽ നിന്ന് അത്തരം സ്റ്റൈലുകളൊക്കെ അഡോപ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. തിയേറ്റർ ഈസ് എ സോഷ്യൽ ആർട്ട് എക്സ്പീരിയൻസ്ഡ് ഇൻ ഗ്രൂപ്പ് ആൻഡ് ഗ്രൂപ്പ് റിയാക്ഷൻസ് ടു ന്യൂ ഐഡിയാസ് ആർ സ്ലോവർ ദാൻ ഇൻഡിവിജ്വൽ റെസ്പോൺസ്. Audience reaction
are public, visible, and care influence others, acting as a social approval of the value in the. സോ തിയേറ്റർ എന്ന് പറയുന്നത് ഒരു പബ്ലിക് ഏരിയ ആണ്. അപ്പം ഒരുപാട് ആളുകൾ ഒരുമിച്ച് നിന്നിട്ടാണ് ആ ഒരു ഡ്രാമ അങ്ങനെയുള്ള ആർട്ട് ഫോം ഒക്കെ വാച്ച് ചെയ്യുന്നത്. സോ ഇൻഡിവിജ്വലായിട്ടുള്ള നമ്മളൊരു ഡ്രാമ ഒരു ആർട്ട് ഫോം കണ്ടതിന് ശേഷം ഇൻഡിവിജ്വലായിട്ടുള്ള റെസ്പോൺസിനേക്കാളും വളരെയധികം ലേറ്റ് ആയിട്ടാണ് ഒരു ഗ്രൂപ്പിൻ്റെ റെസ്പോൺസ് ഉണ്ടാവുന്നത്. സോ അതുകൊണ്ട് തന്നെ ഒരു ആർട്ട് ഫോം എങ്ങനെയാണ് ആളുകളിലേക്ക് എഫക്റ്റ് ആവുക എന്ന് അറിയണമെങ്കിൽ ആ ഒരു ആർട്ട് ഫോമിലുള്ള ആക്ടേഴ്സ് കരയിക്കുകയോ ചിരിക്കുകയോ അങ്ങനെ ഇമോഷണൽ എക്സ്പ്രഷൻ നടത്തുന്ന സമയത്ത് ആ ഒരു ഇമോഷൻസ് എഫക്റ്റ് അത് ഏതൊരു രീതിയിലാണെങ്കിലും പോസിറ്റീവായിട്ടാണെങ്കിലും നെഗറ്റീവായിട്ടും ആ ഒരു ഓഡിയൻസിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നതിലാണ് ആ ഒരു ആക്ടിൻ്റെ ഒരു വിജയം എന്ന് പറയുന്നത്. ദെൻ ദി ഇൻഫ്ലുവൻസ് ഓഫ് യൂറോപ്പ് സൈക്കോളജി ആൻഡ് ടാബു സബ്ജക്റ്റ്. Modern American drama was deeply influenced by European drama that matured in the tail 19th century. Three major European playwrights influenced this shift: Henrik Ibsen, August Strindberg, Anton Chekhov. Henrik Ibsen, influenced by Freud and Jung, introduced taboo and psychological subjects like guilt, sexuality, mental illness. ഫോർ എക്സാമ്പിൾ എ ഹൗസ് ഡോൾസ്, എനിമി ഓഫ് ദി പീപ്പിൾ. ആധുനിക അമേരിക്കൻ നാടകങ്ങളെ വലിയ രീതിയിൽ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുള്ള യൂറോപ്യൻ നാടകം 19-ാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തോടു കൂടി ഒരു വലിയ രീതിയിലുള്ള വളർച്ച തന്നെ കാഴ്ചവെച്ചു. ഈ ഒരു വളർച്ചയ്ക്ക് കാരണമായിട്ടുള്ള 3 ഓതേഴ്സാണ് ഹെൻറിക് ഇബ്സൺ, അഗസ്റ്റ് സ്ട്രിൻബർഗ്, ആന്റൺ ചെക്കോവ്. സോ ഹെൻറിക് ഇബ്സന് സിഗ്മണ്ട് ഫ്രൂഡിൻ്റെ സൈക്കോളജിക്കൽ സബ്ജക്റ്റിൽ ഇൻഫ്ലുവൻസ് ആയിട്ടാണ് ദി ഗിൽറ്റ്, സെക്ഷുവാലിറ്റി, മെൻ്റൽ ഇൽനെസ് അങ്ങനെയുള്ള സബ്ജക്റ്റിനൊക്കെ ബേസ് ചെയ്തിട്ട് ഒരു റിയലിസ്റ്റിക് ആയിട്ടുള്ള രീതിയിലുള്ള ഡ്രാമാസൊക്കെ അവതരിപ്പിക്കാൻ തുടങ്ങി. ഇത് ആളുകളുടെ ഇടയിൽ വലിയ രീതിയിലുള്ളൊരു പോസിറ്റീവ് ഇമ്പാക്റ്റ് കൊണ്ടുവന്നു. അത്തരത്തിലുള്ള വർക്കുകളുടെ എക്സാമ്പിളാണ് എ ഡോൾ ഹൗസ്, എനിമി ഓഫ് ദി പീപ്പിൾ എന്നിങ്ങനെയുള്ള വർക്ക്സ്. Then August Sternberg brought deep psychological complexity to his characters. For example, The Father, The Dance of Death. So ഇദ്ദേഹം മുമ്പ് ആരും എക്സ്പീരിയൻസ് ചെയ്യാത്ത രീതിയിലുള്ള സൈക്കോളജിക്കൽ എലമെൻറ്റ്സ് ഒക്കെ കൂട്ടിച്ചേർത്തുകൊണ്ടുള്ള ഒരു കലാരൂപം, ഒരു സ്റ്റൈല് അദ്ദേഹത്തിൻ്റെ കലാരൂപത്തിലും റൈറ്റിങ്ങിലൊക്കെ കൊണ്ടുവന്നു. അത്തരത്തിലുള്ള റൈറ്റിങ്സ് അദ്ദേഹത്തിൻ്റെ വർക്കിൻ്റെ എക്സാമ്പിൾസ് ആണ് ദി ഫാദർ, ദി ഡാൻസ് ഓഫ് ഡെത്ത് എന്നിങ്ങനെയുള്ള വർക്കുകൾ. Then Anton Chekhov shifted focus from dramatic external action to everyday life and emotion. So Anton Chekhov കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളിൽ നിന്നൊക്കെ മാറ്റി ഡെയിലി ലൈഫിൽ നടക്കുന്ന ചെറിയ ചെറിയ കാര്യങ്ങളെ ഫോക്കസ് ചെയ്തിട്ട് റൈറ്റിംഗ് എഴുതാൻ തുടങ്ങി. അത്തരത്തിലുള്ള വർക്കിൻ്റെ എക്സാമ്പിളാണ് ദി 3 സിസ്റ്റേഴ്സ്, ദി ചെറി ഒക്കേർഡ്. സോ ഈ 3 എഴുത്തുകാരും അവരുടെ എഴുത്തിൽ പോർട്രേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് റിയൽ ലൈഫ് എക്സ്പീരിയൻസ് ആണ്. റിയൽ ലൈഫിൽ നടക്കുന്ന ചെറിയ ചെറിയ കാര്യങ്ങളെ ആസ്പദമാക്കിയിട്ടുള്ള റൈറ്റിംഗ് ആയിരുന്നു അവർ എഴുതിയിട്ടുണ്ടായിരുന്നത്. ഈ ഒരു റൈറ്റിങ്ങിൽ അവർ യൂസ് ചെയ്തിട്ടുള്ള ടെക്നിക്ക് എന്ന് പറയുന്നത് സ്ലൈസ് ഓഫ് ലൈഫ് എന്നുള്ളൊരു ടെക്നിക്കാണ്. ഇത് കൂടുതലായിട്ടും റിയലിസ്റ്റിക് ആയിട്ടുള്ള സിറ്റുവേഷനെയും ക്യാരക്ടേഴ്സിനെയും ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. ദെൻ നെക്സ്റ്റ്, ദി ബിഗിനിങ് ഓഫ് തിയേട്രിക്കൽ റിയലിസം. ഈ ഒരു ഏരിയയിൽ പറയുന്നത് 19-ാം നൂറ്റാണ്ടിൻ്റെ അവസാന സമയത്ത് തിയേറ്ററുകളിലും അതുപോലെ തന്നെ നാടകങ്ങളിലൊക്കെ ഈ ആക്ടേഴ്സിൻ്റെ ഇമ്പോർട്ടൻസ് വളരെയധികം കുറയാൻ തുടങ്ങി. കാരണം ആ സമയത്തൊക്കെ ഈ ആക്ടേഴ്സിന് വളരെയധികം ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ടായിരുന്നു. സോ 19-ാം നൂറ്റാണ്ടിൻ്റെ അവസാനമായ സമയത്ത് ഈ ആക്ടേഴ്സിന് തിയേറ്ററുകളിലാണെങ്കിലും പ്ലേകളിലാണെങ്കിലൊക്കെ അവർക്കുള്ള ഇമ്പോർട്ടൻസ് വളരെയധികം കുറഞ്ഞു വന്നു. അതിന് മെയിനായിട്ട് 2 കാരണങ്ങളാണുള്ളത്. അഗസ്റ്റ് ഡെയ്ലി, ഡേവിഡ് ബെലസ്കോ ആൻഡ് സ്റ്റീൽ മെക്കെ അങ്ങനെയുള്ള പ്ലേ റൈറ്റേഴ്സ്, ഡയറക്ടേഴ്സ്, പ്രൊഡ്യൂസേഴ്സ് ഇങ്ങനെയൊക്കെയുള്ള പുതിയ അതോറിറ്റീസ് വന്നപ്പോൾ ഈ ആക്ടേഴ്സിനെ കൂടുതലും അവർ എങ്ങനെയാണ് ഒരു ആക്ട് എങ്ങനെയാണ് ചെയ്യേണ്ടത്, ഇതിൽ എന്തൊക്കെ ടെക്നിക്കലായിട്ടുള്ള കാര്യങ്ങൾ നോക്കാനുണ്ടെങ്കിൽ എന്നിങ്ങനെയുള്ള ഗൈഡൻസ് ഒക്കെ അവർക്ക് ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇവരുടെയൊക്കെ ഒരു താഴെ ഉള്ള ഒരു എംപ്ലോയി ആയിട്ട് ഈ ഒരു ആക്ടേഴ്സ് മാറുകയാണ്. അപ്പോൾ ഇതാണ് അത്തരത്തിൽ ആക്ടേഴ്സിന് ഇമ്പോർട്ടൻസ് കുറയാനുള്ള കാരണം. എന്ന് വെച്ച് ആക്ടേഴ്സിൻ്റെ ആ ഒരു ഇമ്പോർട്ടൻസ് പൂർണ്ണമായിട്ടും ഇല്ലാതായിട്ടില്ല. കാരണം പലപ്പോഴും ഈ ഒരു പ്ലേ റൈറ്റേഴ്സ്, ഡയറക്ടേഴ്സ്, പ്രൊഡ്യൂസേഴ്സ് ഇവരെയൊക്കെക്കാളും ഈ ജനങ്ങളെ എൻ്റർടൈൻ ചെയ്യുന്നത്, ഈ ഒരു ഓഡിയൻസിനെ എൻ്റർടൈൻ ചെയ്യുന്നതും നയിക്കുന്നതും ഈ ഒരു ആക്ടേഴ്സാണ്. പിന്നീട് ട്രഡീഷണൽ ആയിട്ടുള്ള തിയേറ്ററുകളിൽ നിന്നും പുതിയ ടെക്നിക്സും അങ്ങനെയുള്ള റിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു എഫക്റ്റ് കൊണ്ടുവരുന്ന തരത്തിലുള്ള ടെക്നിക്സൊക്കെ യൂസ് ചെയ്യുന്ന രീതിയിലുള്ള തിയേറ്ററുകൾക്ക് ജനങ്ങളുടെ ഇടയിൽ കൂടുതലായിട്ട് സ്വീകാര്യം ലഭിച്ചു. ആ ഒരു
സമയത്താണ് വളരെ ഫേമസ് ആയിട്ടുള്ള ക്രിട്ടിക് ആയിട്ടുള്ള ബെർണാഡ് ഹാവിറ്റ് മിസ് കഷ്മൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആക്ട്രസിനെ അവരുടെ ആക്ടിങ് എന്ന് പറയുന്നത് വളരെ എക്സാജറേറ്റഡ്, വലിച്ചു നീട്ടുന്നതും ആൻഡ് അൺറിയലിസ്റ്റിക് ആയിട്ടുള്ളതും ആണ് എന്ന് പറഞ്ഞിട്ട് ക്രിട്ടിസൈസ് ചെയ്യുന്നത്. ആ ഒരു സമയത്ത് ആളുകൾക്കിടയിലൊക്കെ നല്ല ഇമ്പാക്റ്റ് കൊടുക്കുന്ന ഒരു ആക്ടിങ് ക്രിയേറ്റ് ചെയ്തിട്ടില്ലായിരുന്നെങ്കിൽ വലിയ രീതിയിലുള്ള ഒരു ക്രിട്ടിസൈസൊക്കെ നേരിടുന്ന ഒരു കാലഘട്ടമായിരുന്നു 19th സെഞ്ച്വറിയുടെ അവസാനം. ഷിഫ്റ്റ് ടു സീൻസ് ബേസ്ഡ് റിയലിസം എമേർജ്ഡ് ത്രൂ സ്റ്റേജ് ഡിസൈൻ. സ്റ്റിൽ മെക്കേ ഇൻട്രൊഡ്യൂസ്ഡ് എ പോർട്ടബിൾ റിയലിസ്റ്റിക് സ്റ്റേജ്. ആ സമയത്താണ് പഴയ രീതിയിലുള്ള സ്റ്റേജുകളൊക്കെ മാറിയിട്ട് പുതിയ ടെക്നിക്കുകൾ, പിന്നെ റിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു എഫക്റ്റ് തരുന്ന രീതിയിലുള്ള സ്റ്റേജുകളൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്തത്. സ്റ്റീൽ മെക്കേ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഡിസൈനറാണ് അങ്ങനത്തെ ആ ഒരു രീതിയിലുള്ള ഒരു സ്റ്റേജ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ട്, ഒരു പോർട്ടബിൾ ആയിട്ടുള്ള സ്റ്റേജ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. മാഡിസൺ സ്ക്വയർ തിയേറ്റർ യൂസ്ഡ് ബോക്സ് സെറ്റിംഗ് ദാറ്റ് കുഡ് ബി ചേഞ്ച്ഡ് ഇൻ 14 സെക്കൻഡ്. 14 സെക്കൻഡ് കൊണ്ട് സ്റ്റേജിലെ കാഴ്ചകളും ടെക്നിക്സും എഫക്റ്റുകളൊക്കെ 40 സെക്കൻഡ് കൊണ്ട് ചേഞ്ച് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള സാങ്കേതിക വിദ്യ യൂസ് ചെയ്തിട്ടുള്ള പുതിയ സ്റ്റേജുകളൊക്കെയാണ് ആ ഒരു സമയത്ത് അവർ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ആ ഒരു സമയത്ത് റൈറ്റിങ്ങിലെ സബ്ജക്റ്റ് എന്ന് പറയുന്നത് കൂടുതലായിട്ടും ഈ ഫാമിലികളിൽ ഉണ്ടാകുന്ന റിയലിസ്റ്റിക് ആയിട്ടുള്ള ഇഷ്യൂസ്, അതുപോലെ ഡൊമസ്റ്റിക് വയലൻസ്, അങ്ങനെയുള്ള കാര്യങ്ങളായിരുന്നു കൂടുതൽ അവർ ഇമ്പോർട്ടൻ്റ് കൊടുത്തിരുന്നത്. അതുകൊണ്ട് തന്നെ സ്റ്റേജുകളിൽ മൂവ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ഹൗസ്, നാടകങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള സെറ്റിങ്സിൽ മൂവ് ചെയ്യുന്ന രീതിയിലുള്ള ഹൗസുകളൊക്കെ അവർ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. കാരണം ഇത് അവർക്ക് ഓഡിയൻസിന് ഒരു റിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു കാഴ്ച സമ്മാനിക്കും. സോ ഇത് ഹേസൽ കെറിക്കെ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഡിസൈനറിൻ്റെ കോൺസെപ്റ്റാണ്. എന്നാൽ ഡേവിഡ് ബെലസ്കോ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത് കൂടുതലായിട്ടും തണ്ടർ, ഇടിമിന്നൽ, അതുപോലെ തന്നെ കുതിരയുടെ ഹോസിൻ്റെ ഒക്കെ ഒരു കുളമ്പടിക്കുന്ന ശബ്ദം, അത്തരത്തിലുള്ള സൗണ്ടുകളൊക്കെ ആ ഒരു സമയത്ത് സ്റ്റേജിൽ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഒരു എക്സാമ്പിളാണ് 1895 എഴുതിയിട്ടുള്ള ഐ ഗാസ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്ലേ. Then the fuse of realistic drama in America. The rise of theatrical realism did not automatically lead to the realistic drama. Example, Belasco's melodramas were staged realistically but lacked true realism in content. 19ാം നൂറ്റാണ്ടിലെ ഡ്രാമകളിലൊക്കെ കൂടുതലായിട്ടും റിയലിസ്റ്റിക് ആയിട്ടുള്ള ടെക്നിക്സ് യൂസ് ചെയ്യുന്നതുകൊണ്ട് ആളുകൾക്ക് അത് റിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു ഡ്രാമയായിട്ട് തോന്നുമെങ്കിലും, എന്നാൽ അവരുടെ ഡ്രാമയുടെ കണ്ടൻറ്റ് ടെക്നിക്കലായിട്ടുള്ള കാര്യങ്ങളിൽ തോന്നുമെങ്കിലും ഡ്രാമയുടെ കണ്ടൻറ്റുകളിൽ ഒട്ടും റിയലിസ്റ്റിക് ആയിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടായിരുന്നില്ല. സോ അതിൻ്റെ ഒരു എക്സാമ്പിളാണ് ബെലസ്കോയുടെ മെലോ ഡ്രാമാസ് ഒക്കെ. ഡ്രാമ സ്റ്റാറ്റസ് ഇൻ ഏർലി അമേരിക്കൻ തിയേറ്റർ. ഡ്രാമ വാസ് നോട്ട് സെൻട്രൽ ടു അമേരിക്കൻ തിയേറ്റർ സിൻസ് ദി 18th century. True drama tends to thrive in cultural reflective period. പ്രാചീന ഗ്രീസിലും റോമിലും എലിസബത്തിൻ കാലഘട്ടത്തിലൊക്കെ ഉണ്ടായിരുന്നത് പോലെ തന്നെ അമേരിക്കൻ തിയേറ്ററിൻ്റെ തുടക്കത്തിൽ അമേരിക്കൻ നാടകങ്ങൾക്ക് വലിയ രീതിയിലുള്ള ഒരു ഇമ്പോർട്ടൻസ് ഉണ്ടായിരുന്നില്ല. എന്നാൽ ചില സാംസ്കാരികപരമായിട്ടുള്ള കാരണങ്ങൾ ഉന്നയിക്കുന്ന സമയത്ത് മാത്രമേ ഈ ഒരു ഡ്രാമനെ കുറിച്ചിട്ടും ഉള്ള കാര്യങ്ങളൊക്കെ ഈ ചർച്ചകളിൽ വരാറുണ്ടായിരുന്നുള്ളൂ. ഇൻഡസ്ട്രിയലൈസേഷൻ ആൻഡ് കൾച്ചറൽ റിഫ്ലക്ഷൻ. ദി ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ ആൻഡ് മോഡേൺ സയൻസ് ഇൻ late 19th century, യൂറോപ്പ് ആൻഡ് America caused socio-economic shift requiring cultural reflection, paving the way of realistic drama. എന്നാൽ 19ാം നൂറ്റാണ്ടിൻ്റെ രണ്ടാം പകുതിയിൽ അമേരിക്കയിൽ ശാസ്ത്രത്തിൻ്റെ, വ്യാവസായിക വിപ്ലവത്തിൻ്റെ ഒക്കെ ഉയർച്ചയോട് കൂടിയിട്ട് അമേരിക്കയിലും യൂറോപ്പിലൊക്കെ വലിയ രീതിയിലുള്ള സാമൂഹിക മാറ്റങ്ങൾ ഉണ്ടായി. സോ ഇത് നാടകങ്ങളുടെ വളർച്ചയ്ക്ക് വളരെ വലിയ രീതിയിലുള്ള പങ്ക് വഹിച്ചിട്ടുണ്ട്. വില്യം ഡെൻ ഹവൽസ്, ഫാദർ ഓഫ് അമേരിക്കൻ റിയലിസം, advocated realistic drama as an evolution from romanticism, traced development through melodrama, French well-made play, English problem play. വില്യം ഡെയ്ൻ ഹവൽസ് ഫാദർ ഓഫ് അമേരിക്കൻ റിയലിസം എന്നറിയപ്പെടുന്നു. അമേരിക്കൻ റിയലിസത്തിൻ്റെ ഫാദർ എന്നാണ് അറിയപ്പെടുന്നത്. അദ്ദേഹത്തിൻ്റെ പ്ലേസൊക്കെ മെലോഡ്രാമ, ഫ്രഞ്ച് വെൽമേഡ് പ്ലേ, ഇംഗ്ലീഷ് പ്രോബ്ലം പ്ലേ എന്നിങ്ങനെയുള്ള ഫോംസിന് റിലേറ്റ് ചെയ്തിട്ടായിരുന്നു ഉണ്ടായിരുന്നത്. ദെൻ ദി ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഡിഫറെൻറ്റ് ഡ്രാമാറ്റിക് ഫോം. ഫ്രഞ്ച് വെൽമേഡ് പ്ലേ, technically clever but lacking depth. English problem play, addressing contemporary social issues with intellectual depth. ഇതിൽ ഫ്രഞ്ച് വെൽമേഡ് പ്ലേ എന്ന് പറയുന്നത് ടെക്നിക്കലി ക്ലെവർ ബട്ട് ലാക്കിംഗ് ഡെപ്ത്. അതിൽ ടെക്നിക്കലി അത് ആളുകളിലേക്ക് നല്ല രീതിയിൽ ഇൻഫ്ലുവൻസ് ചെയ്യും, പക്ഷേ അതിൻ്റെ കണ്ടൻറ്റുകൾ വളരെ കുറവായിരിക്കും.
എന്നാൽ ഇംഗ്ലീഷ് പ്രോബ്ലം പ്ലേ എന്ന് പറയുന്നത് അത് അഡ്രസ്സ് ചെയ്യുന്നത് കണ്ടംപററി സോഷ്യൽ ഇഷ്യൂസിനെ കുറിച്ചിട്ടും പിന്നെ അതുപോലെ തന്നെ ഇൻ്റലക്ച്വൽ ഡെപ്തിനെ കുറിച്ചിട്ടൊക്കെയുള്ള കാര്യങ്ങളായിരിക്കും. പിന്നീട് ഹെൻറിക് ഇബ്സൻ്റെ നാടകത്തിൽ അദ്ദേഹം കൂടുതലായിട്ടും ഈ ഗോസ്റ്റുകൾ, ഹ്യൂമൻ കോൺഫ്ലിക്റ്റ്, മോറൽ ഇൻട്രോസ്പെക്ഷൻ, അങ്ങനെ ബയോളജിക്കൽ ഡിറ്റർമിനേഷൻ, അങ്ങനെയുള്ള മനുഷ്യൻ്റെ ഇമോഷൻസിനെയും മനുഷ്യൻ്റെ മോശവശങ്ങളെയും കുറിച്ച് കാണിക്കുന്ന രീതിയിലുള്ള റൈറ്റിങ്സ് ഒക്കെ ആയിരുന്നു ഉണ്ടായിരുന്നത്. പിന്നീട് മാർഗരറ്റ് ഫ്ലെമിംഗ് എന്നുള്ള ഒരു ഡ്രാമയ്ക്ക് പിന്നാലെ ഇബ്സൻ്റെ പ്ലേകളൊക്കെ യൂറോപ്പിൽ ബാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. കാരണം അതിൽ കൂടുതൽ വിവാഹം, വ്യഭിചാരം, അതുപോലെ തന്നെ സ്ത്രീകളോട് കാണിക്കുന്ന അനീതികൾ, അതിനെയൊക്കെ കൂടുതൽ നല്ല രീതിയിൽ വിമർശിച്ചിട്ടുണ്ടായിരുന്നു. സോ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ റിയലിസ്റ്റിക് ആയിട്ട് അവതരിപ്പിച്ചത് കൊണ്ട് തന്നെ അതുകൊണ്ടാണ് ഇബ്സൻ്റെ ആ ഒരു വർക്ക് യൂറോപ്പിലൊക്കെ ബാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. Then next, realism and Eugene O'Neill putting American drama on the map. Realistic drama creates the illusion of real life. Rise of realism in the US by the early 20th century. Realism became dominant in American drama, especially after 1916. 20th സെഞ്ച്വറിയിൽ അമേരിക്കയിൽ റിയലിസം എന്നുള്ള ആ ഒരു ടേം വളരെയധികം ഡോമിനൻ്റ് ആയിട്ടായിരുന്നു ഉണ്ടായിരുന്നത്. കാരണം റിയലിസ്റ്റിക് ഡ്രാമ എന്ന് പറയുന്നത് ഒരു റിയൽ ലൈഫിൻ്റെ ഒരു ഇല്യൂഷൻസ് ആണ് ക്രിയേറ്റ് ചെയ്യുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ആ റിയലിസ്റ്റിക് ആയിട്ടുള്ള ഡ്രാമ കാണുന്ന സമയത്ത് അത് റിയൽ ലൈഫായിട്ട് ബന്ധപ്പെട്ടതായിരിക്കും. സോ അതുകൊണ്ട് തന്നെ അത് റിയൽ ആണ് എന്ന് നമ്മളെ തോന്നിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു ക്രിയേഷൻസ് ആയിരിക്കും റിയലിസ്റ്റിക് ഡ്രാമയ്ക്ക് ഉണ്ടാകുന്നത്. ദെൻ ദ ലിറ്റിൽ തിയേറ്റർ മൂവ്മെൻറ്റ്. ദെൻ ഇത് 1916 ആൻഡ് 1917 വാഷിങ്ടൺ സ്ക്വയർ പ്ലേയേഴ്സും അതുപോലെ തന്നെ ന്യൂയോർക്ക് പ്രൊമോട്ടഡ് അമേരിക്കൻ പ്ലേയേഴ്സും കൂടെ പുതിയ നാടകങ്ങളെ ആദരിക്കുകയും അതുപോലെ തന്നെ പുതിയ എഴുത്തുകാരെയൊക്കെ പിന്തുണയ്ക്കുകയും ചെയ്തു. മാത്രമല്ല അവർ കൊമേഴ്ഷ്യൽ ആയിട്ടുള്ള തിയേറ്ററുകളെയൊക്കെ ഇഗ്നോർ ചെയ്യുകയും ചെയ്തു. സോ ഇത് മോഡേൺ അമേരിക്കൻ ഡ്രാമയുടെ തുടക്കത്തിന് വഴിതെളിക്കാനുണ്ടായിട്ടുള്ള ഒരു കാരണമായിട്ട് മാറി. Then Eugene O'Neill's importance. He is considered the first major American dramatist. His first full-length play Beyond the Horizon staged in 1920. Even 100 years later, he remained the most significant American playwright. അമേരിക്കൻ നാടകത്തിലെ ആദ്യത്തെ പ്രധാനപ്പെട്ട വ്യക്തി എന്നാണ് യുജീൻ ഓനീലിനെ വിശേഷിപ്പിക്കുന്നത്. സോ അദ്ദേഹം എഴുതിയിട്ടുള്ള ബിയോണ്ട് ദി ഹൊറിസോൺ എന്നുള്ള ആ ഒരു പ്ലേ 100 വർഷങ്ങൾ കഴിഞ്ഞിട്ടും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു നാടകകൃത്തായിട്ട് അമേരിക്കൻ ഡ്രാമയിൽ അദ്ദേഹത്തെ കാണുന്നു. Then the contribution to realism introduced techniques from Ibsen, Strindberg and Chekhov to American drama, move away from sentimental and spectacle-driven theatre of the 19th century. Earlier American plays rarely changed tradition or questioned social norms. ഇദ്ദേഹം ഇബ്സൻ, സ്റ്റെൻബർഗ് ആൻഡ് ചെക്കോ എന്നിങ്ങനെയുള്ള എഴുത്തുകാരുടെ പുതിയ പുതിയ ടെക്നിക്സുകളൊക്കെ അമേരിക്കൻ ഡ്രാമയിലൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്തു. പിന്നീട് ഇദ്ദേഹം 19th സെഞ്ച്വറിയിൽ സെൻറ്റിമെൻ്റൽ ആൻഡ് സ്പെക്ടാക്കിൾ തിയേറ്ററുകളിൽ നിന്നൊക്കെ മാറി നിന്നു. കോൺട്രാസ്റ്റ് വിത്ത് ദി ഏർലിയർ തിയേറ്റർ. യുജീൻ ഓനീൽ drama focused on melodramas, farce and popular actors often like modern TV show. അദ്ദേഹത്തിൻ്റെ വർക്കുകളിൽ അദ്ദേഹം കൂടുതലായിട്ടും മോഡേൺ TV ഷോകളിൽ പോലെയുള്ള രീതിയിലുള്ള ക്രിയേഷനൊക്കെ ആയിരുന്നു അദ്ദേഹത്തിൻ്റെ മെലോ ഡ്രാമാസ്, ഫാസ് അങ്ങനെയുള്ള ക്രിയേഷനിലൊക്കെ ഇൻക്ലൂഡ് ആക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ചിട്ടുണ്ടായിരുന്നത്. Innovation in style used ordinary speech and dialect, focus on social outsiders and psychological depth, employed repetition, symbolic costumes, mask, mythological themes, reviewed soliloquy and aside. അദ്ദേഹത്തിൻ്റെ വർക്കുകളിലുള്ള സംഭാഷണങ്ങളൊക്കെ വില്ലേജുകളിലൊക്കെയുള്ള ഓർഡിനറി സാധാരണക്കാരായിട്ടുള്ള ആളുകൾ സംസാരിക്കുന്ന രീതിയിലുള്ള ഡയലോഗുകളൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ ക്രിയേഷനിൽ അദ്ദേഹം ഉൾക്കൊള്ളിച്ചിട്ടുണ്ടായിരുന്നത്. മാത്രമല്ല സൈക്കോളജിക്കലി ആഴത്തിലുള്ള അർത്ഥങ്ങൾ ഉൾക്കൊള്ളുന്ന രീതിയിലുള്ള തീംസൊക്കെ ആയിരുന്നു അദ്ദേഹത്തിൻ്റെ വർക്കുകളിൽ ഉണ്ടായിരുന്നത്. കൂടാതെ അതുപോലെ തന്നെ സിംബോളിക് ആയിട്ടുള്ള കോസ്റ്റ്യൂംസും മാസ്കുകളും അതൊക്കെ അദ്ദേഹം യൂസ് ചെയ്യാറുണ്ടായിരുന്നു. തീംസ് ആൻഡ് സ്റ്റൈൽ ക്യാരക്ടേഴ്സ് often struggle with hope, despair and disillusionment, explore desire, failure and psychological conflicts. അദ്ദേഹത്തിൻ്റെ വർക്കുകളിലെ ക്യാരക്ടേഴ്സ് കൂടുതലായിട്ടും സ്ട്രഗിൾ ചെയ്യുന്ന ആളുകൾ, ആഗ്രഹങ്ങളുമായിട്ട് സ്ട്രഗിൾ ചെയ്യുന്ന ആളുകൾ, ഫെയിലിയേഴ്സ് അനുഭവിക്കുന്ന ആളുകൾ, പിന്നെ ഡിസയർ എക്സ്പ്ലോർ ചെയ്യുന്ന ആളുകൾ, അതുപോലെ തന്നെ സൈക്കോളജിക്കൽ കോൺഫ്ലിക്റ്റുകൾ നേരിടുന്ന ആളുകൾ, അങ്ങനത്തെ രീതിയിലുള്ള ക്യാരക്ടേഴ്സൊക്കെ ആയിരുന്നു അദ്ദേഹത്തിൻ്റെ വർക്കുകളിൽ കൂടുതലായിട്ടും ഉണ്ടായിരുന്നത്. ഔട്ട്പുട്ട് ആൻഡ്
recognition. Wrote 32 full-length plays and 21 act plays. One American dramatist to win the Nobel Prize from Literature. His plays were widely പ്രൊഡ്യൂസ്ഡ് ഇൻ്റർനാഷണലി. മാത്രമല്ല അദ്ദേഹം 32 ഫുൾ ലെങ്ത് പ്ലേസും 21 ആക്ട് പ്ലേസും എഴുതിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അമേരിക്കയിൽ ആദ്യത്തെ നൊബേൽ പ്രൈസ് നേടിയിട്ടുള്ള ഡ്രാമാറ്റിസ്റ്റ് ആയിരുന്നു യുജീൻ ഓനീൽ. അതുകൊണ്ട് തന്നെ വിദേശത്തും അദ്ദേഹത്തിൻ്റെ പ്ലേകൾ വളരെ വ്യാപകമായിട്ട് പ്രചരിച്ചുകൊണ്ടിരുന്നു. Then next, Arthur Miller, playwright of our social conscience. Key features post-war second. Arthur Miller and Tennessee Williams became prominent after World War II. They were dominant figure in the second half of the 20th century American drama. ആർതർ മില്ലറും ടെന്നീസ് വില്യംസും വേൾഡ് വാർ സെക്കൻഡിൻ്റെ സമയത്ത് വളരെ പ്രോമിനൻ്റ് ആയിട്ടുള്ള രണ്ട് റൈറ്റേഴ്സ് ആയിരുന്നു. അവർ 20th സെഞ്ച്വറിയിൽ അമേരിക്കൻ ഡ്രാമയിൽ വളരെയധികം ഡോമിനൻ്റ് ആയിട്ടുള്ള രണ്ട് പേഴ്സണാലിറ്റികളായിരുന്നു. ഒരു സമയത്ത് റൈറ്റേഴ്സ് ഇബ്സൻ, സ്റ്റെൻബർഗ് ആൻഡ് ചെക്കോ എന്നിവരുടെയൊക്കെ റൈറ്റിംഗ് ടെക്നിക്സ് അവരുടെ റിയലിസ്റ്റിക് റൈറ്റിംഗ് ടെക്നിക്സിൽ നിന്ന് മാറിയിട്ട് റിയലിസവും പോയറ്റിക് എക്സ്പ്രഷനൊക്കെ ബ്ലെൻഡ് ചെയ്തിട്ടുള്ള വേറൊരു ടെക്നിക്കിലേക്ക് ചേഞ്ച് ആവുകയാണ് ചെയ്തത്. അത്തരം വർക്കുകളുടെ എക്സാമ്പിൾസ് ആണ് ഡെത്ത് ഓഫ് സെയിൽസ്മാൻ ബൈ ആർതർ മില്ലർ, ദി ഗ്ലാസ് മെനേജറി ബൈ ടെന്നീസ് വില്യംസ്, അവർ ടൗൺ ബൈ തോൺടൺ വിൽഡർ എന്നീ വർക്ക്സൊക്കെ. The next one is Miller's realism. Death of a Salesman successfully combined realism with imagination in most other plays. Miller is master of pure realism. Influence of Henrik Ibsen. Miller followed Ibsen's realistic techniques. He also explored how society affect individual life. So മില്ലറിൻ്റെ ദി ഡെത്ത് ഓഫ് ദി സെയിൽസ്മാൻ എന്ന് പറയുന്നത് ക്രിയേറ്റിവിറ്റിയും അതുപോലെ തന്നെ റിയലായിട്ടുള്ള കാര്യങ്ങളെയും കൂടുതൽ ബ്ലെൻഡ് ചെയ്തിട്ടുള്ള ഒരു വർക്കാണ്. മാത്രമല്ല ഹെൻറിക് ഇബ്സൻ്റെ റിയലിസ്റ്റിക് ടെക്നിക്കും അതുപോലെ തന്നെ സൊസൈറ്റി എങ്ങനെയാണ് ഓരോ ഇൻഡിവിജ്വൽസിൻ്റെയും ലൈഫിൽ എഫക്റ്റ് ചെയ്യുന്നത് എന്നിങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മില്ലറിൻ്റെ റൈറ്റിങ്സിൽ നമുക്ക് കാണാൻ സാധിക്കും. Themes in Miller works. Characters are shaped by both personal psychology and their social economic context. He focused on moral and ethical dilemmas. Willy Loman, self-deluded character, represents the failure of the American dream. Victim of a business system that discards people. So the death of the salesman എന്ന ഒരു വർക്കിലെ മെയിൻ കഥാപാത്രമായിട്ടുള്ള വില്ലി ലോൺമാൻ, അദ്ദേഹം ഒരു സെൽഫ് ഡില്യൂഡഡ് ആയിട്ടുള്ള ക്യാരക്ടറാണ്. എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്വന്തം അയാളെ തന്നെ പൊക്കി പറയുന്ന രീതിയിലുള്ള ഒരു ക്യാരക്ടറാണ് അദ്ദേഹം. അതുപോലെ തന്നെ അദ്ദേഹം ഉപയോഗിച്ച് കഴിഞ്ഞാൽ വലിച്ചെറിയപ്പെടുന്ന രീതിയിലുള്ള ഒരു ബിസിനസ് സിസ്റ്റത്തിൻ്റെ ഒരു വിക്ടിമും കൂടിയായിട്ടുള്ള ഒരു ക്യാരക്ടറാണ് അദ്ദേഹത്തിൻ്റെ ഡെത്ത് ഓഫ് ദി സെയിൽസ്മാൻ എന്നുള്ള ആ ഒരു വർക്കിലുള്ള മെയിൻ ക്യാരക്ടറായിട്ടുള്ള വില്ലി ലോൺമാൻ. ദെൻ നെക്സ്റ്റ് ഇദ്ദേഹത്തിൻ്റെ മേജർ വർക്കും അതിൻ്റെ തീംസുമാണ്. ഓൾ മൈ സൺസ് ഇൻ 1947 എക്സ്പ്ലോർ പേഴ്സണൽ വേഴ്സസ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി. ദ നെക്സ്റ്റ് ദ ക്രൂസിബിൾ ഡീൽ വിത്ത് ഹിസ്റ്റോറിക്കൽ ആൻഡ് മോഡേൺ ഡേ വിത്ത് ഹൺസ്. റൈറ്റിംഗ് സ്റ്റൈൽ സിമ്പിൾ, സ്ട്രോങ് ആൻഡ് ഇമോഷണൽ പവർഫുൾ പോസ്. അദ്ദേഹത്തിൻ്റെ റൈറ്റിംഗ് സ്റ്റൈൽ എന്ന് വെച്ചാൽ വളരെ സിമ്പിളാണ്, വളരെ സ്ട്രോങ് ആണ് ആൻഡ് ഇമോഷണലി പവർഫുൾ ആയിട്ട് വളരെ സിമ്പിളും അതുപോലെ തന്നെ സ്ട്രോങ്ങും ആയിട്ടുള്ള രീതിയിലുള്ള റൈറ്റിങ്സ് ആണ് അദ്ദേഹത്തിൻ്റെ റൈറ്റിംഗ് സ്റ്റൈൽ. ദെൻ ലാസ്റ്റ് വൺ, കണ്ടംപററി അമേരിക്കൻ തിയേറ്റർ. Middle of 19th century, realism was reaction against crude, exaggerated theoretical style. Today, there is revolt against realism itself, with a shake back to theatricalism, emphasizing stage effect and imaginative setting. American drama is evolving to reflect the changing taste and attitude of audience. American drama is evolving to reflect the changing tastes and attitude of audience. Modern dramatists have the freedom to express their deepest emotion in any form, as long as it connects with the audience emotionally and is understandable. 19ാം നൂറ്റാണ്ടിൻ്റെ മിഡിലുള്ള റിയലിസ്റ്റ് ഡ്രാമകളൊക്കെ എക്സാജറേറ്റഡ് ആയിട്ടുള്ള തിയേറ്ററിക്കൽ സ്റ്റൈലിന് എഗെയിൻസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ള നാടകങ്ങളായിരുന്നു. സോ അതിലൂടെ അമേരിക്കൻ ഡ്രാമയ്ക്ക് ഒരുപാട് മാറ്റങ്ങൾ വന്നു തുടങ്ങി. കാരണം കണ്ടുകൊണ്ടിരിക്കുന്ന ഓഡിയൻസിൻ്റെ ചിന്താരീതികളും ശൈലികളൊക്കെ മാറിക്കൊണ്ടിരിക്കുകയാണ്. സോ അതിനോട് കൂടെ തന്നെ അമേരിക്കൻ ഡ്രാമയ്ക്കും വളരെയധികം വലിയ മാറ്റങ്ങളുണ്ടായി.
സോ അതുകൊണ്ട് തന്നെ ഇപ്പോഴുള്ള മോഡേൺ ഡ്രാമകളിൽ മോഡേൺ ഡ്രാമാറ്റിസ്റ്റുകൾക്ക് അവരുടെ ആശയങ്ങൾ അതുപോലെ തന്നെ അവരുടെ ഇമോഷൻസ് ഒക്കെ എക്സ്പ്രസ് ചെയ്യാനുള്ള ഒരു ഫ്രീഡം ഉണ്ട്. പക്ഷേ അത് അവർ എക്സ്പ്രസ് ചെയ്യുന്നതോട് കൂടിയിട്ട് അത് അവർ എക്സ്പ്രസ് ചെയ്യുന്ന ഇമോഷൻസ് അത് കണ്ടുകൊണ്ടിരിക്കുന്ന ഓഡിയൻസിനെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റണം. അങ്ങനെ അത് ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റുന്നതിലൂടെയാണ് ആ ഒരു എഴുത്തുകാരൻ്റെയും ആ ഒരു പ്ലേൻ്റെയും വിജയം ഉണ്ടായിരിക്കുന്നത്. സോ ഇത്രയുമാണ് ഈ ഒരു സെക്കൻഡ് യൂണിറ്റിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഐ ഹോപ്പ് ഇറ്റ്സ് വെരി ക്ലിയർ ടു യു.